PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ ഇന്ന് രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 24/5/2025 അപ്പോൾ ആ സ്റ്റേജിലും ഏകദേശം 2.25 ലക്ഷത്തോളം പേരാണ് കൺഫേം ചെയ്തത്. ഈ രണ്ടാമത്തെ സ്റ്റേജിലും അത്ര തന്നെ 2.25 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷയ്ക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, അത് നല്ല ടഫായിട്ടുള്ള പരീക്ഷ തന്നെയായിരുന്നു. ഏകദേശം 45 ആ ലെവലിലേക്കാണ്, 50 താഴേക്കായിട്ടാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ മൊത്തത്തിലുള്ളൊരു അനാലിസിസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ജോഗ്രഫിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോഗ്രഫിയിൽ 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതിൽ 4 ക്വസ്റ്റ്യനും ടഫാണെന്ന് പറയാൻ പറ്റും. അത്യാവശ്യം ലെവലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ചോദിച്ചിരുന്നത്. പിന്നെ ക്ലൈമറ്റിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് കണ്ടു. അപ്പോൾ ഈ ഇടയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ക്ലൈമറ്റ്, പിന്നെ എൻവയോൺമെൻറ്റ്, എക്കോളജി അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഇടയിലുള്ള പരീക്ഷകളിലൊക്കെ ചോദിച്ചു വരുന്നത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം ഈസി തന്നെയാണ്, കുഴപ്പമില്ല. അത്യാവശ്യം പഠിച്ചു പോയിട്ടുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തന്നെയായിരുന്നു. പക്ഷേ എക്കണോമിക്സ് അങ്ങനെയല്ല, അധികം കാണാത്ത സ്റ്റേറ്റ്മെൻറ്റ്, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ എക്കണോമിക്സ് ഒരു ആവറേജ് ലെവലിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 5 ക്വസ്റ്റ്യനിൽ അധികമൊന്നും ആൻസർ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, കമ്പ്യൂട്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഈസി തന്നെയായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊക്കെ തന്നെയായിരുന്നു ഈ അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നത്. ഇനി കേരള ഫാക്ട്സ്, കല, സാഹിത്യം അതൊക്കെ കുറച്ച് കുഴപ്പിക്കുന്ന ഏരിയ തന്നെയാണ്. അതൊക്കെ നല്ലപോലെ പഠിച്ചവർക്ക് മാത്രമേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് മാർക്ക് മാത്രമേ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ വിധത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പിന്നെ എൻവയോൺമെൻറ്റിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ആ ഭാഗം നോക്കിയിട്ടുള്ളവർക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി എൻവയോൺമെൻറ്റ് ഭാഗമൊക്കെ നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എൻവയോൺമെൻറ്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നല്ലപോലെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പരീക്ഷകൾക്ക് ധാരാളമായി ചോദിച്ചു വരുന്നുണ്ട്. ഇനി മാത്സ്, റീസണിങ് അതെല്ലാം നോക്കുമ്പോൾ ഒരു ആവറേജ് ലെവലിന് പറയാൻ പറ്റുള്ളൂ, വളരെ എളുപ്പമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇംഗ്ലീഷും അതുപോലെയൊക്കെ തന്നെ ഒരു ആവറേജ് ലെവൽ തന്നെയാണ്. മാത്സിൽ നിന്ന് മാത്സ് ആൻഡ് റീസണിങ് 20 മാർക്ക്, പിന്നെ ഇംഗ്ലീഷ് 20 മാർക്ക്. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 25 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റത്തക്ക വിധത്തിലാണ് അതിൻ്റെ ഒരു രീതി. ഒരു ശരാശരി പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് 25 മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലോണം പഠിച്ചവർക്ക് ഒരു 30 മാർക്ക് വരെ സ്കോർ ചെയ്യാം. ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഇതിൽ നിന്ന് നല്ല പഠിച്ചവർക്ക് 30 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇനി മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചില ചോദ്യങ്ങളൊക്കെ നല്ല ടഫ് തന്നെയാണ്. നമുക്കത് വളരെ ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ചോദ്യങ്ങളൊക്കെ കുറച്ച് ഈസി ഉള്ളതുണ്ട്, പക്ഷേ എന്നാൽ അത് ഒരു ആവറേജിൻ്റെ അടുത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റില്ല മലയാളത്തിന്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ സ്റ്റേജ് 1ൻ്റെ പോലെ തന്നെ ഏകദേശം ആ ലെവലിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറും എന്ന് നമുക്കിതാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ച് ഈസി ആയിട്ട് കണക്കാക്കാം. വന്ന് വെച്ച് വലിയ ഈസി എന്നല്ല പറയണത്, കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കുറച്ച് ഈസി ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് കണക്കാക്കുമ്പോൾ മാത്സ്, റീസണിങ്, പിന്നെ ഇംഗ്ലീഷ് അതെല്ലാം കൂടെ ഒരു 25 മാർക്ക് കണക്കാക്കി. പിന്നെ മലയാളം ഒരു 5 മാർക്ക്, ഏറ്റവും മിനിമം ലെവലിലാണ് ഞാൻ പറയണത്. അപ്പോൾ അത് രണ്ടും കൂടെ 3 കൂടെ 30 മാർക്കായി. പിന്നെ മറ്റേ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് ഒരു 16 മാർക്ക്, 18 മാർക്കൊക്കെ കൂടെ കണക്കാക്കുകയാണെങ്കിൽ അപ്പോൾ 30ഉം 16ഉം 46. അപ്പോൾ എനിക്ക് തോന്നുന്നത് കട്ട് ഓഫ് ഒരു 46ൻ്റെയും 48ൻ്റെയും ഇടയിൽ വരാനാണ് സാധ്യത. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം. ഇനി പിന്നെ ഇതിൽ തന്നെ പല ഇതുണ്ടല്ലോ, പല വകുപ്പുകളിലേക്കുള്ളതാണ്. പക്ഷെ എന്നാലും മൊത്തത്തിലുള്ളൊരു പേപ്പറിൻ്റെ ഒരു ആവറേജ്
അഭിപ്രായമാണ് പറയണത്. ഏകദേശം പിന്നെ പല പോസ്റ്റുകൾക്കും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഈ കട്ട് ഓഫിൽ. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ കണക്കാക്കണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.